നമസ്കാരമുണ്ട്. ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലാണ് കേട്ടോ. നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ രാമദാസ് എന്ന് പറഞ്ഞിട്ട് ചേലൂർ മൂവി മാജിക്. അപ്പോൾ രാമദാസ് എന്ന് പറഞ്ഞ തിയേറ്റർ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് രവികൃഷ്ണ എന്ന് പറയുന്ന തിയേറ്ററും കൂടി ആയിട്ട് അങ്ങനെ 2 സ്ക്രീനാക്കിയിട്ട് സിനിമാ തിയേറ്റർ മാറിയിരിക്കുകയാണ്. പുതിയ ടെക്നോളജികളിലൂടെ പുതിയ സ്ക്രീൻ, അതുപോലെ തന്നെ പുതിയ പ്രൊജക്ടർ, സാറ്റലൈറ്റ്, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു രാംദാസ് എന്ന് പറയുന്ന ഈ ഒരു തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ, പഴയ സിനിമകൾ കണ്ടവർക്കാണെങ്കിൽ അറിയാം ഈ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു പേരും പദവിയും അതുപോലെ തന്നെ ആ ഓർമ്മകളും എല്ലാം തന്നെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കണം. അപ്പോൾ അതൊരു രസകരമായിട്ട് അതിലൂടെ നമുക്ക് സംസാരിക്കാം. ആ മെസ്സേജുകളിലൂടെ നമുക്ക് പഴയ ഓർമ്മകൾ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ഞാനൊക്കെ ഇവിടെ ഈ ഒരു തിയേറ്ററിൽ എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഓർമ്മയിൽ പഴയൊരു തിയേറ്ററുള്ളപ്പോൾ ഞാനൊരൊറ്റ സിനിമയെക്കുറിച്ച് പറയാം. അതായത് നരസിംഹം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമ നരസിംഹം കാണുമ്പോൾ അന്ന് എനിക്ക് അത്ര പ്രായമില്ല. പക്ഷെ ആ ഒരു സിനിമ അന്ന് ഞാൻ മാറ്റിനിക്ക് വന്ന് കണ്ടിട്ട് എൻ്റെ അങ്കിളാണ് എന്നെ സിനിമയ്ക്ക് അന്ന് കൊണ്ടുവന്നത്. അന്ന് നമുക്കൊന്നും തനിച്ച് വരാനുള്ള ഒരു പക്വതയൊന്നും ഇല്ല. അപ്പോൾ തൃശ്ശൂരായതുകൊണ്ട് നമ്മളന്ന് ഭയങ്കര തിരക്കുള്ള തിയേറ്ററുകളല്ലേ, ആ ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര അടിയും തല്ലൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അന്ന് എൻ്റെ അങ്കിൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ മാറ്റിനി സിനിമ കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ ഫസ്റ്റ് ഷോയ്ക്ക് വീണ്ടും ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ആ സിനിമ വീണ്ടും കണ്ടു. കാരണം കാണാൻ കൂടി ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ആ ഒരു സിനിമയുടെ ആ ഒരു ക്ലാരിറ്റി, അതായത് അത്രമാത്രം ആ സൂപ്പർ ഹിറ്റിലേക്കായിരുന്നു ആ സിനിമ അന്ന് കുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് ആ സിനിമയിൽ നമുക്കറിയാം ക്ലൈമാക്സിൽ നമ്മുടെ മമ്മൂട്ടി, മെഗാസ്റ്റാർ മമ്മൂട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു സിനിമയെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അത്രയും നല്ലൊരു സൂപ്പർ സിനിമയാണ് ലാലേട്ടന് കിട്ടിയിട്ടുള്ള ആ നരസിംഹം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ രാംദാസ് എന്ന് പറയുന്ന ഈ ഒരു തിയേറ്ററിലാണ് വന്ന് കണ്ടത്. ഇതല്ല പഴയ തിയേറ്ററിൽ, വലിയ തിയേറ്ററായിരുന്നു. ഇതിപ്പോൾ 2 ആക്കിയിരിക്കുകയാണ്. രാംദാസ് 1ഉം 2ഉം, രവികൃഷ്ണ എന്ന് പറഞ്ഞ 2 സ്ക്രീനും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ കളിക്കുന്ന ഒരു സിനിമകളുടെ ഒരു പോസ്റ്ററുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നലെ റിലീസായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് റിലീസായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ തൃശ്ശൂർ ഒരുപാട് സ്ക്രീനുകളിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ രാംദാസിലാണ് ഈ ഒരു സിനിമ കളിക്കുന്നത്. രവികൃഷ്ണ എന്ന് പറയുന്ന 2ാമത്തെ സ്ക്രീനിലല്ല, ഫസ്റ്റ് സ്ക്രീൻ രാംദാസിൽ തന്നെയാണ് ആ ഒരു സിനിമ കളിക്കുന്നുണ്ട്. അപ്പോൾ 70 കോടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു ടർബോ എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഇപ്പോഴും രാംദാസിൽ 25-ാം ദിവസത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 25-ാം ദിവസത്തിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ആ ഒരു സിനിമയും ബേസിൽ ജോസഫ് നായകനായെത്തിയിട്ടുള്ള ആ ഒരു സിനിമയൊക്കെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ, കണ്ട സിനിമകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഷോർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഗോളെന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ വിടും ഏകദേശം. അപ്പോൾ അതിൻ്റെ ഒരു തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടൈം ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ 3 മണിക്ക് ടർബോ എന്ന് പറയുന്ന സിനിമ ഇവിടെ ഇട്ടിട്ടുണ്ട് മാറ്റിനി. അപ്പോൾ അതിനുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ക്രൗഡൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഇപ്പോഴും ആളുകളുണ്ട്. പിന്നെ ചിലവരുടെ ഒരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനുകൾ കുറഞ്ഞിരിക്കുകയാണ് ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക്. കാരണം അതുണ്ടായിരിക്കുമല്ലോ, കാരണം പുതിയ സിനിമകൾ വരുമ്പോൾ എന്തായാലും ഇത്രയും തിയേറ്ററുകളിലും ആ ഒരു സിനിമ കളിക്കാൻ അത് എളുപ്പമല്ല. അത് ഏതൊരു സിനിമയ്ക്കും അങ്ങനെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രാംദാസിൽ ഇവിടെ ഒട്ടിച്ചിട്ടുള്ള പോസ്റ്ററുകൾ ജസ്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ രവികൃഷ്ണ എന്ന് പറയുന്ന തിയേറ്ററിൽ, അതായത് സ്ക്രീനിൽ കളിക്കുന്നത് മന്ദാകിനി എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. 22-ാം ദിവസത്തിലേക്കാണ് സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. 6 PM ഒരു ഷോ വെച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ് കേട്ടോ. നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള നല്ലൊരു കോമഡി സിനിമയാണ്. അപ്പം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഇത് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. ഗുരുവായൂർ അമ്പലനടയിൽ രവികൃഷ്ണയിൽ 12 PM നൂൺ ഷോ വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ 25 ഡേയ്സ് കടന്നു സിനിമ. പിന്നെ നമുക്ക് ഗോളെന്ന് പറയുന്ന ഈ ഒരു സിനിമയാണ് ഇപ്പോൾ ഇന്നിവിടെ റിലീസിന് എത്തിയിരിക്കുന്നത്. 3 മണിക്കും 9 മണിക്കും രവികൃഷ്ണയിലുണ്ട് 2 ഷോകൾ. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് എടുക്കണം. അതിനാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ 25-ാം ദിവസത്തിലേക്ക് രാമദാസിൽ 3 മണിക്കും 6 മണിക്കും നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഷോർട്ട് ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോഴും 2 ഷോകൾ കളിക്കുന്നുണ്ട്, 3 മണിക്കും 6 മണിക്കും. 70 കോടി കളക്ട് ചെയ്ത സിനിമയാണ്. നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് അടിപൊളി സൂപ്പർ ഹിറ്റ് സിനിമ തലവൻ, ആസിഫ് അലി, ബിജു മനോൻ്റെ സിനിമ. ഇത് രാംദാസിൽ 2 ഷോകൾ 12 മണിക്ക് 9 മണിക്ക്.
2 ഷോകൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ രാമദാസ് രവികൃഷ്ണ എന്ന് പറഞ്ഞുള്ള 2 സ്ക്രീനിലാണ് സിനിമകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാമദാസ് തിയേറ്ററിലെ ഫസ്റ്റ് സ്ക്രീനിലെ 2 ഷോകൾ എന്ന് പറയുന്നത് നമ്മുടെ തലവൻ എന്ന് പറയുന്ന സിനിമ 12 മണിക്കും 9 മണിക്കും. ബാക്കിയുള്ള ടൈമാണ് രാമദാസിൽ 3 മണിക്ക് 6 മണിക്കാണ് ടർബോ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ രവികൃഷ്ണയിലുള്ള സിനിമയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. രവികൃഷ്ണയിൽ ഒരു ഷോ ഗുരുവായൂർ അമ്പലനടയിൽ 12 മണിക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് മന്ദാകിനി, അത് കഴിഞ്ഞിട്ടുള്ള സിനിമയാണ് രവികൃഷ്ണയിൽ 3 മണിക്കും 9 മണിക്കും ഗോൾ എന്ന് പറയുന്ന സിനിമ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ സിനിമകളെ കുറിച്ചൊക്കെ കണ്ടവരാണെങ്കിൽ. വണ്ടി പാർക്കിങ്ങുള്ളത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പോസ്റ്ററുകൾ നമുക്ക് ലോങ്ങിൽ നിന്ന് എടുക്കാൻ കഴിയാത്തത്. ഓക്കെ, അതിനൊരു കാര്യം കൂടി പറഞ്ഞുതരാം കട്ട് ചെയ്യുന്നതിന് മുന്നേ. രാമദാസ് എന്ന് പറയുന്ന തിയേറ്ററിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ഗൂഗിൾ പേ കൂടുതലായിട്ട് ബാക്ക് സൈഡിലാണ്. ഇതാണ് ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ബാക്കിലാണ് നമുക്ക് ഗൂഗിൾ പേ ഒക്കെ അലൗഡ്, അതായത് ടിക്കറ്റ് എടുക്കാൻ വരുന്ന കൗണ്ടറും ഗൂഗിൾ പേ ഒക്കെ. ഇതാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് കേട്ടോ. ആദ്യമായിട്ട് വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് മാത്രം ബോക്സ് ഓഫീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് റൈറ്റ്സ് രാമദാസ്. സോഫ 250, പ്ലാറ്റിനം 150, ഗോൾഡൻ 110. ഇനി രവികൃഷ്ണ എന്ന് പറയുന്ന സ്ക്രീനിൽ ഡയമണ്ട് 150, പേള് 110. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇവിടെ ഗൂഗിൾ പേ അലൗഡ് ആയതുകൊണ്ട് ഗൂഗിൾ പേയുടെ ഇത് ഇവിടെ തന്നെയാണ് ഇട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ ഗൂഗിൾ പേ ഇല്ല, നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ഓക്കെ ടിക്കറ്റ് എടുക്കാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം.